ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചനയും കുഞ്ഞിനെയും ഒക്കെ കാണാനായിട്ട് കമലയും മീരയും ആവണിയും കൂടി എത്തിയിരിക്കുകയാണ്. തുടർന്ന് സേതുമാധവൻ മീരയോട് അനൂപിനെ പറ്റി തിരക്കുകയാണ്. എന്താ സേതുവേട്ട, അവൻ എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ടോ എന്ന് കമല ചോദിക്കുമ്പോൾ അതൊന്നുമല്ലെന്നും അവന് ഒരു ചെറിയ പ്രൊമോഷൻ ഞാൻ കൊടുക്കാൻ പോവുകയാണെന്നും അതിന്റെ കാര്യം പറയാനാ അവനെ തിരക്കിയതെന്നും സേതുമാധവൻ പറയുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സ്നേഹയാണ്. കുഞ്ഞുനാൾ മുതലുള്ള വിഷുവിന്റെ ഓരോ കാര്യങ്ങളും ഓർത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ് സ്നേഹ. എന്താടോ, തനിക്ക് എന്തു പറ്റിയെന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ കഴിഞ്ഞ വിഷുവിനെ കുറിച്ചൊക്കെ ഓർക്കുകയായിരുന്നെന്ന് വിഷമത്തോടെ സ്നേഹ പറയുന്നു. എല്ലാ വർഷവും ഞാൻ അച്ഛന് ഒരു കസവുമുണ്ട് വാങ്ങിക്കൊടുക്കാറുണ്ടായിരുന്നു എന്ന് സ്നേഹ പറയുമ്പോൾ അതിനെന്താ, നമുക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് ധനുഷ് പറയുന്നു. പക്ഷേ തൻ്റെ അച്ഛൻ അത് സ്വീകരിക്കുമോ എന്ന് എനിക്ക് സംശയമാണ്. നമുക്ക് നമ്മൾ മാത്രം പോരെ സ്നേഹേ, നമുക്ക് ഇവിടെ തന്നെ വിഷുക്കണി വെക്കാം. കൂടാതെ നമുക്കിവിടെ തന്നെ വിഷു ആഘോഷിക്കുകയും ചെയ്യാം. പിന്നെ തനിക്ക് കൊടുക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ അവരുടെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് തൻ്റെ അച്ഛനോട് കൊടുക്കാം. അല്ലാതെ ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടായി അവരുടെയും നമ്മുടെയും വിഷു ഒന്നും ഇല്ലാണ്ടാകണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. സന്ദീപ് അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഏട്ടത്തി എന്തിനാ എപ്പോഴും അവരുടെ സൈഡ് പറയുന്നതെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. ചോറൂണ് ചടങ്ങിന് അവരൊരു പ്രാവശ്യം ഈ വീടിന്റെ അകത്തേക്ക് വന്നല്ലോ. അത് അച്ഛന്റെ ആഗ്രഹമല്ലേ എന്ന് കരുതി മാത്രമാ ഞങ്ങൾ സമ്മതിച്ചത്. പക്ഷേ ഇനി അത് പറ്റില്ലെന്ന് സന്ദീപ് പറയുമ്പോൾ അർച്ചന പറയുകയാണ്. വാശിയും വൈരാഗ്യവുമൊന്നും എക്കാലത്തും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ സന്ദീപേ. ക്ഷമയും ഒരു വിജയം തന്നെയാണെന്ന് അർച്ചന പറയുമ്പോൾ അങ്ങനെയുള്ള വിജയം ഞങ്ങൾക്ക് വേണ്ടെന്ന് സന്ദീപ് പറയുന്നു. നാളെ അവള് അച്ഛന്റെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങാൻ വന്നാൽ നിങ്ങളാരും ഒന്നും പറയാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അടുത്ത വിഷുവിന് കൈനീട്ടം വാങ്ങാനാ ഞാനിവിടെ ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് അർച്ചന പോകുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു സച്ചിയും. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സേതുമാധവനും സച്ചിയും അർച്ചനയും ആതിരയും സന്ദീപുമൊക്കെ കണി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. അതേസമയം മുറിയിൽ നിന്നും കണ്ണടച്ചുകൊണ്ട് അവന്തിക പുറത്തേക്ക് വരുന്നു. പെട്ടെന്ന് തന്നെ അവന്തിക എന്തിലോ തട്ടി താഴെ വീഴുമ്പോഴേക്കും അർച്ചന ചെന്ന് അവന്തികയെ താങ്ങി പിടിക്കുന്നു. വിഷുക്കണിക്കും കണ്ണനും പകരം അർച്ചനയുടെ മുഖമാണ് അവന്തിക കാണുന്നത്. എന്റെ ഒരു വർഷമേ പോയി നിന്റെ ഈ മുഖം കണ്ടതുകൊണ്ടെന്ന് അവന്തിക പറയുന്നു. അതിന് നിങ്ങൾ എന്റെ മുഖം കണ്ടാൽ മതിയെന്ന് തീരുമാനിച്ചത് സാക്ഷാൽ ഗുരുവായൂരപ്പനല്ലേ എന്ന് അർച്ചന പറയും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സേതു ഒഴികെ ബാക്കി എല്ലാവരും. നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ വഴക്കിടല്ലേ മക്കളെ, എല്ലാവരും തൊഴുതു പ്രാർത്ഥിക്കാൻ സേതുമാധവൻ പറയുന്നു. തുടർന്ന് നന്ദൻ എവിടെയെന്ന് സേതു ചോദിക്കുമ്പോൾ നന്ദേട്ടൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ലെന്ന് അവന്തിക പറയുന്നു. അല്ല, അനഘയും കണ്ടില്ലല്ലോ എന്ന് സച്ചി പറയുമ്പോഴേക്കും അനഘ താഴേക്ക് വരികയാണ്. തുടർന്ന് ആതിര ചെന്ന് അനഘയെ വിളിച്ചുകൊണ്ടുവന്ന് വിഷുക്കണി കാണിക്കുകയാണ്. തുടർന്ന് സച്ചി അച്ഛ എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് സച്ചിയെ നോക്കുന്നു. തുടർന്ന് സേതുമാധവൻ എല്ലാവർക്കും കൈനീട്ടം നൽകുകയാണ്. അങ്ങനെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം അല്ല അർച്ചന എവിടെയെന്ന് സേതുമാധവൻ ചോദിക്കുമ്പോൾ സ്നേഹയുടെ കണ്ണുപൊത്തിക്കൊണ്ട് അർച്ചന പുറത്തു നിന്നും വരികയാണ്. ഒപ്പം ധനുഷും ഉണ്ടായിരുന്നു. ഇനി കണ്ണു തുറന്നു നോക്കാൻ പറഞ്ഞുകൊണ്ട് അർച്ചന കൈമാറ്റും. സ്നേഹ ആദ്യം തന്നെ നോക്കുന്നത് സേതുമാധവനെയാണ്. അതിനുശേഷം കണ്ണനെ നോക്കി സ്നേഹ പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തികയും സന്ദീപും. അതിനുശേഷം സേതുമാധവൻ ധനുഷിനും സ്നേഹയ്ക്കും കൈനീട്ടം കൊടുക്കുന്നു. അതേസമയം തന്നെ സേതുമാധവന് വേണ്ടി വാങ്ങിയ കസവുമുണ്ടും അവർ കൊടുക്കുകയാണ്. തുടർന്ന് അർച്ചന സച്ചിയോട് സ്നേഹയ്ക്കും ധനുഷിനും കൈനീട്ടം കൊടുക്കാനായി പറയുന്നു. തുടർന്ന് സന്ദീപിനോട് കൈനീട്ടം കൊടുക്കാൻ പറയുമ്പോൾ സന്ദീപ് കൈനീട്ടം താഴേക്കിടുകയാണ്. നീ ഇത് മാത്രമേ അർഹിക്കുന്നുള്ളെന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് മുകളിലേക്ക് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് സ്നേഹ. അർച്ചന കാരണം എല്ലാവരുടെയും വിഷു കുളമായി. ഇതുകൊണ്ട് തന്നെയാ നന്ദേട്ടൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കാഞ്ഞത്. ഞാൻ എല്ലാവരുടെയും സന്തോഷം മാത്രമാണ് ആഗ്രഹിച്ചതെന്ന് അർച്ചനയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഔട്ട് ഹൗസ് ആണ്. നല്ലൊരു ദിവസമായിട്ട് സന്ദീപേട്ടൻ എന്നോട് ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് സ്നേഹ. എടോ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവര് നമ്മളോട് ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും അത് നമ്മളെ ആഴത്തിൽ വേദനിപ്പിക്കും. തനിക്ക് തന്റെ സച്ചേട്ടൻ കൈനീട്ടം തന്നില്ലേ, അതുപോരെയെന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അത് പിന്നെ അർച്ചനടുത്ത് നിർബന്ധിച്ചിട്ടല്ലേ എന്ന് സ്നേഹ ചോദിക്കുന്നു. എടോ, അർച്ചനയ്ക്ക് നല്ലൊരു മനസ്സുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇതെങ്കിലും നടന്നത്. എടോ, പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു ബിസിനസ് ആവശ്യത്തിനായിട്ട് എനിക്ക് ഇന്ന് തന്നെ മംഗലാപുരം വരെ ഒന്ന് പോകണം. പിന്നീട് കാണിക്കുന്നത് ആതിരയും സന്ദീപിനെയുമാണ്. സ്നേഹയ്ക്ക് കൈനീട്ടം കൊടുക്കാത്തതിൽ സന്ദീപിനോട് ദേഷ്യപ്പെടുകയാണ് ആതിര. ഞാൻ ഇനിയും അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ദേഷ്യത്തോടെ സന്ദീപും പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.